മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വത്തിക്കാനിലേക്ക് അയക്കുന്ന റിപ്പോർട്ട് ചോർത്താൻ വിമതർ അരമനയിൽ ഏർപ്പാടാക്കിയ റീജൻസി ബ്രദേഴ്സ് കുടുങ്ങി. ചാരപ്രവർത്തനത്തിലൂടെ വിമതരെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ച 3 ബ്രദേഴ്സ് ഇതോടെ പുറത്തായി. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തെ രഹസ്യങ്ങൾ ചോർത്താൻ വിമതർ ഏർപ്പെടുത്തിയവർ കൈയോടെ പിടിയിലായപ്പോൾ വിമതരുടെ തനിനിറം ഒരിക്കൽ കൂടി പുറത്തുവന്നു. ഇതോടെ അതിരൂപത കൂരിയ പുനഃസംഘടിപ്പിക്കണമെന്ന് വിമതർ പ്രഥമ ആവശ്യമായി ഉന്നയിക്കാൻ കാരണമെന്തെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനിക്കും മനസ്സിലായി. അതിരൂപതയിലെ പ്രശ്നപരിഹാരമൊന്നുമല്ല വിമതരുടെ ലക്ഷ്യമെന്ന് പാംബ്ലാനി പിതാവും തിരിച്ചറിഞ്ഞു. പിന്നെയോ അരമനയിലെ നീക്കങ്ങൾ ചോർത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അത് സങ്കീർണമാക്കിയെന്നും സഭയെയും അധികാരികളെയും ഭീഷണിയുടെ മുൾമുനയിൽ നിർത്താനുമാണ് വിമതരുടെ ശ്രമമെന്ന് അടുത്തിടെ ഉണ്ടായ ഈ സംഭവത്തിലൂടെ പാംബ്ലാനി പിതാവും മനസ്സിലാക്കി. സ്ഥാനമൊഴിഞ്ഞ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് പതിവായി വത്തിക്കാൻ പൗരസ്ത്യ കാര്യാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒപ്പോടെയാണ് പ്രസ്തുത റിപ്പോർട്ട് വത്തിക്കാനിലേക്ക് അയച്ചിരുന്നത്. അതിരൂപത ആസ്ഥാനത്ത് സേവനം ചെയ്തിരുന്ന 2 റീജൻസി ബ്രദേഴ്സാണ് റിപ്പോർട്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ എത്തിച്ചിരുന്നത്. ഇതിലൊരു റിപ്പോർട്ട് ചില വിമത വൈദികരുടെ കയ്യിലെത്തി. അതീവ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ട് ചോർന്നതോടെ സഭയും അതിരൂപതയും അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം ചെന്നെത്തിയത് റീജൻസി ബ്രദേഴ്സിലും. ഭദ്രമായി ഒട്ടിച്ചു നൽകിയ കവർ റീജൻസി ബ്രദേഴ്സ് വിദഗ്ധമായി പൊട്ടിച്ച് ഫോട്ടോ എടുത്ത് സീനിയർ വിമത വൈദികന് അയച്ചുകൊടുത്തു. അറിയപ്പെടുന്ന വിമത നേതാവായ വൈദികന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് മറ്റൊരു റീജൻസി ബ്രദർ വഴി പ്രചരിച്ചതെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. കോടതിയിലും തങ്ങളുടെ പക്ഷം ന്യായീകരിക്കാൻ വിമതർ രഹസ്യരേഖ സമർപ്പിച്ചെങ്കിലും കോടതി ഇത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും മാത്രമല്ല വത്തിക്കാനും ഇക്കാര്യം അറിഞ്ഞു. റീജൻസി ബ്രദേഴ്സിൽ പോലും വിഭാഗീയ വിഷം കുത്തിവെക്കുന്നവരുടെ കുടിലത അറിഞ്ഞവരെല്ലാം ഇത്തരക്കാരെ വെച്ചുപൊറുപ്പിക്കാനാവില്ലെന്ന് അറിയിച്ചു. ഇതോടെ അധികാരികൾ 3 റീജൻസി ബ്രദേഴ്സിന്റെ സേവനം അവസാനിപ്പിച്ചെന്നാണ് വിവരം. റീജൻസി ബ്രദേഴ്സിനെ അരമനയിൽ നിന്ന് പറഞ്ഞയച്ചെങ്കിലും ഒരു കന്യാസ്ത്രീ അടക്കം മറ്റൊരു 3 അംഗ ചാരസംഘം വിമതർക്ക് രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നത് ഇപ്പോഴും തുടരുന്നുവെന്നാണ് സൂചന. ഇവർ പിടിയിലാകും മുൻപേ ഔദ്യോഗികമായി അരമനയിലെത്താനാണ് കൂരിയ പുനഃസംഘടനയെന്ന ആവശ്യത്തിലൂടെ വിമതർ ലക്ഷ്യം വെച്ചത്. എന്നാൽ കൂരിയ പുനഃസംഘടിപ്പിച്ചാൽ പുലിവാൽ പിടിച്ച പോലെയാകുമെന്ന് പാംബ്ലാനി പിതാവും മനസ്സിലാക്കി.